വാളയാറിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സഹോദരിമാരുടെ വീട്ടിൽ കൊണ്ടുപോയിരിക്കുന്നത്. ദിവസം സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായതായി VS ആരോപിച്ചിരുന്നു. ഇന്ന് അദ്ദേഹത്തെ സന്ദർശിക്കാനിരിക്കെ ഇന്നലെ വൈകിട്ടാണ് സംഭവത്തിലെ 2 പ്രതികളെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. പാലക്കാട് സ്വദേശിയായ മധു എന്നയാളും കൂടാതെ ഇടുക്കി സ്വദേശിയായ ഷിബു എന്നയാളുമാണ് അറസ്റ്റിലായത്. കൂടുതൽ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ള ചില സൂചനകളുണ്ട്. ഇവരിൽ 2 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് അല്പസമയം മുമ്പ് BJP ദേശീയ ഭരണ സമിതി അംഗം സന്ദർശനത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് SIയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കേസ് ഒതുക്കിത്തീർക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടക്കുന്നു. നിയമമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിൽ പോലും നിയമം നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആരോപണമാണ് വി മുരളീധരൻ ഉയർത്തിയത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പോലീസിന്റെ നടപടികളെ വിമർശിക്കുകയും ചെയ്തിരുന്നു. VS വാളയാറിൽ എത്തിയിരിക്കുന്നു. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെൺകുട്ടികളുടെ വസതിയിൽ VS എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ പെൺകുട്ടി മരിച്ച സാഹചര്യത്തിൽ തന്നെ പോലീസ് അന്വേഷണം കൃത്യമായി നടക്കാത്തതാണ് രണ്ടാമത്തെ കുട്ടിയുടെ മരണത്തിലേക്കും നയിച്ചതെന്ന ശക്തമായ ആരോപണം ഉയർന്നിരുന്നു. പോലീസിന്റെ വീഴ്ചയിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് VSനെ കൂടാതെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വാളയാറിലെത്തുകയാണ്. ചെന്നിത്തല വൈകിട്ടാണ് വാളയാറിൽ പെൺകുട്ടികളുടെ വസതിയിൽ എത്തുക. ഹലോ പ്രദീപ് ജോസഫിലേക്ക്. പ്രദീപ്, VS പെൺകുട്ടികളുടെ അമ്മയും അച്ഛനെയും കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാനിരിക്കുകയാണോ? അവരെ സന്ദർശിച്ചു കഴിഞ്ഞു അതോ അതിനു മുന്നോടിയായിട്ടാണ്? VS മരിച്ച പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം VS മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് കരുതുന്നത്. ഈ വീട്ടിലെ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം കഴിഞ്ഞ ദിവസം മറ്റൊരു കേസിൽ, അതായത് ശിവാജി നഗറിൽ മറ്റൊരു പെൺകുട്ടി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചില സൂചനകൾ ഉള്ളത് ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി സംശയിക്കുന്നു എന്നാണ്. ആ പെൺകുട്ടിയുടെ വീടും VSന്റെ നിയോജക മണ്ഡലമായ മലമ്പുഴയിൽ തന്നെയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്കുള്ളത്. അവിടെയും VS സന്ദർശിക്കും, ബന്ധുക്കളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. അതേസമയം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് ഈ പെൺകുട്ടികളിൽ രണ്ടാമത്തെ പെൺകുട്ടിയുടെ മരണത്തിന് കാരണമാക്കിയത് എന്നുള്ള തരത്തിൽ കഴിഞ്ഞ ദിവസം VS പ്രസ്താവന നടത്തിയിരുന്നു. അതിനുശേഷമാണ് വാളയാർ SIയെ സസ്പെൻഡ് ചെയ്തത്. കൂടാതെ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് DGP വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കസബ CAയുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെയും കൂടാതെ മേൽനോട്ട ചുമതല വഹിച്ചിരുന്ന DYSPക്കുമെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇരുവരും ഇപ്പോൾ DYSPമാരായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കെതിരായ വകുപ്പ് തല അന്വേഷണം പോലീസ് തലത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിലാണ് VS ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് പ്രതികളിൽ 2 പേരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. മൂത്ത പെൺകുട്ടിയെ ഉപദ്രവിച്ച കേസിൽ ഇന്നലെ പിടിയിലായ പ്രതികളിൽ ഒരാളെ പ്രദീപിലേക്ക് വരാം. VS ഇപ്പോൾ പെൺകുട്ടികളുടെ അമ്മയോട് സംസാരിക്കുകയാണ്. ഷാജിക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോളൂ സാർ. മംഗളം വലിക്കുന്നു.
മൈക്ക് വെച്ചാൽ കഴിയും. ഇപ്പൊ മൈക്കങ്ങ് വെച്ചോ. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ VS-നോട് സങ്കടം അറിയിച്ചിരിക്കുന്നു. അപ്പോൾ VS-ന്റെ പ്രതികരണത്തിലേക്ക്. വിഷയത്തിൽ നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയെന്ന പ്രതികരണം VS നടത്തുകയുണ്ടായി. രണ്ട് ഹരിജൻ കുടുംബങ്ങളിലെ രണ്ട് കുട്ടികൾ 9-11 വയസ്സുള്ള കുട്ടികളെ മൃഗീയമായി കൊലപ്പെടുത്തി. അതിൻ്റെ ശരിയായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റവാളികളെ അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കാൻ ഇടയാകത്തക്ക തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലീസ് നടപടി സ്വീകരിച്ചില്ല. കുറ്റവാളികളെ രക്ഷിക്കുന്നതിന് സഹായകമായ നിലയിലുള്ള നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. അതുകൊണ്ട് പോലീസിന് അർഹമായ നിലയിൽ ഈ നീതികേടിനെതിരായി ശിക്ഷ ലഭിക്കാൻ തക്ക വിധത്തിലുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതുപോലെ ഈ പാവപ്പെട്ട കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുകയും. ഇതിനകത്ത് ഇപ്പോൾ പോലീസ് ഇന്നലെ 2 പേരെ ആണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ആദ്യ സംഭവത്തിൽ ആത്മഹത്യയാണ് എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് തന്നെയാണോ അങ്ങ് കരുതുന്നത്? പിന്നെ അല്ലെങ്കിൽ പിന്നെ പ്രതികളെ രക്ഷിക്കാൻ സഹായകമായ നിലപാട് ഇവരെടുക്കില്ലല്ലോ. പോലീസ് വളരെ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലയിൽ തന്നെയാണ് നീക്കുന്നത്. ഇപ്പൊ സംസ്ഥാനത്ത് ഇത് മാത്രമല്ല, ഒട്ടേറെ ഈ സ്ത്രീ പീഡനം എല്ലാ കേസുകളിലും പോലീസിന്റെ സമീപനം. പോലീസ് അവരുടെ പല സ്ഥലങ്ങളിലും കഴിവുകേടാണ് കാണിക്കുന്നത്. പ്രതികളുമായിട്ട് ചേർന്നുകൊണ്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഈ കേസിൽ CPM-ന്റെ പ്രാദേശിക നേതാക്കൾ ആദ്യഘട്ടത്തിൽ പ്രതികളെ സ്റ്റേഷനിൽ ഇറക്കി കൊണ്ടുവരാൻ ഇടപെട്ടു എന്ന് പറഞ്ഞൊരു ആരോപണമുണ്ട് പ്രദേശത്തെ. അതിൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കെട്ടിച്ചമയ്ക്കലും വാർത്തകൾ കൊടുക്കലും ഒക്കെയാണ് നടക്കുന്നത്. ഒന്നും കാര്യമില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും VS-നോട് പറയാമോ? പുറത്ത് കൊണ്ടുവരുന്നു. ഇന്ന് എന്റെ മക്കൾക്ക് സംഭവിച്ചത് വേറെ ഒരാൾക്ക് സംഭവിക്കാൻ പാടില്ല. ഇപ്പൊ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ മാത്രമാണ് പ്രതികളെന്ന് കരുതുന്നുണ്ടോ? എനിക്കറിയില്ല. ഈ ചതി ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആരായാലും കണ്ടെത്തി തരും.